ചോദ്യം നമ്പർ 143. As per section 18 of NI Act, if the amount written in figures and words are different in a check, negotiable instrumental അക്കത്തിലും അക്ഷരത്തിലും എഴുതിയിരിക്കുന്നത് വ്യത്യസ്തമായ ഏതാണ് പരിഗണിക്കുക എന്നതാണ്. ആൻസർ ദ എമൗണ്ട് ഇൻ വേർഡ്സ് ഈസ് ദ എമൗണ്ട് പേയബിൾ എന്നാണ്. അക്ഷരത്തിൽ എഴുതിയിരിക്കുന്ന എമൗണ്ട് ആണ് പേയ്മെന്റ് ചെയ്യാൻ പരിഗണിക്കുക. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിൽ ഇമ്പോർട്ടൻ്റ് ഒരു സെക്ഷനാണ് സെക്ഷൻ 18. അതുപോലെ മറ്റുള്ള സെക്ഷൻ 4 പ്രോമിസറി നോട്ട്, സെക്ഷൻ 5 ബിൽ ഓഫ് എക്സ്ചേഞ്ച്, സെക്ഷൻ 6 ചെക്ക്. ഇത് ഇമ്പോർട്ടൻ്റ് സെക്ഷനാണ്. ഇതിൻ്റെ ഒരു കോഡുണ്ട്, PBC 456 എന്നാണ് കോഡ്. PBC 456. PBC എന്ന് പറയുമ്പോൾ പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, C ചെക്ക്. 456 ക്രമപ്രകാരത്തിൽ വരുന്നതാണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിൽ 147 സെക്ഷൻസ് ആണ് ഉള്ളത്. അടുത്ത ചോദ്യം, ദ ഷോർട്ട് ടേം കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ ഇൻ കേരള ഈസ്. ഷോർട്ട് ടേം കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ കേരളത്തിലെ ഹ്രസ്വകാല വായ്പാ ഘടന ഏതാണെന്നാണ് ചോദ്യം. ആൻസർ 2 ടയർ സിസ്റ്റമാണ്. കേരളത്തിലെ ഇപ്പോഴുള്ള വായ്പാ ഘടന 2 ടയർ സിസ്റ്റമാണ്. മുമ്പ് ഇത് 3 ടയർ സിസ്റ്റം ആയിരുന്നു. അപ്പെക്സായി കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കും, മിഡിൽ ലെവലായി ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കും, ബോട്ടം ലെവലിൽ പാക്സും അതായത് പ്രൈമറി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിനെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ ലയിപ്പിച്ചതിന് ശേഷം 2 ടയർ വായ്പാ ഘടനയായി ചുരുങ്ങിയിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ് അപ്പെക്സ് ലെവലിലുള്ളത്, പാക്സ് ആണ് ബോട്ടം ലെവലിലും ഉള്ളത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ആൻ ഇൻഷുർഡ് ബാങ്ക്. ഇൻഷുർഡ് ബാങ്ക് അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ആൻസർ റൂറൽ കോപ്പറേറ്റീവ് ബാങ്കാണ്. ആൻസർ റൂറൽ കോപ്പറേറ്റീവ് ബാങ്കാണ്. അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് മുമ്പുണ്ടായിരുന്നതാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ്. ഇതൊക്കെ ഇൻഷുർഡ് ബാങ്കാണ്. അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് RBI ലൈസൻസ് ഉള്ള ബാങ്കാണ് ഇവയൊക്കെ. അടുത്ത ചോദ്യം, KYC മീൻസ്. KYC എന്നാൽ ആൻസർ നോ യുവർ കസ്റ്റമർ എന്നാണ്. KYC എന്നാൽ നോ യുവർ കസ്റ്റമർ. കസ്റ്റമറിന്റെ ഐഡന്റിറ്റി ബാങ്കിങ് മേഖലയിൽ ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ്. ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കസ്റ്റമറിന്റെ ഐഡന്റിറ്റി കാർഡ്, മറ്റു രേഖകൾ തുടങ്ങിയ ബാങ്കുകൾ വാങ്ങി ഫയലിൽ സൂക്ഷിക്കുന്നുണ്ട്. 2002 RBI KYC ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നത്. അടുത്ത ചോദ്യം, TDS മീൻസ്. TDS എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് എന്നാണ്. ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ്. TDS എന്ന് പറഞ്ഞാൽ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ടാക്സ് ഡിഡക്റ്റ് ചെയ്യുന്ന രീതിയെ പറയുന്ന പേരാണ് ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ്. ഇത് സാധാരണയായി റെന്റ്, കമ്മീഷൻ, സാലറി, ഇൻട്രസ്റ്റ്, പ്രൊഫഷണൽ ഫീ തുടങ്ങിയവ പേ ചെയ്യുമ്പോൾ TDS കട്ട് ചെയ്താണ് നൽകുക. ഇതാണ് ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഹൂ ക്യാൻ സ്റ്റോപ്പ് ദ പേയ്മെന്റ് ഓഫ് എ ചെക്ക്. ഒരു ചെക്കിൽ ഉള്ള പേയ്മെന്റ് സ്റ്റോപ്പ് ചെയ്യാനുള്ള അധികാരം ആർക്കാണെന്നാണ് ചോദ്യം. ഡ്രോവർ ഓഫ് എ ചെക്ക്. ചെക്ക് നൽകിയ ആൾക്കാണ് അത് സ്റ്റോപ്പ് ചെയ്യാനുള്ള അധികാരം. അതായത് ചെക്ക് എഴുതിയ ആൾക്കാണ് സ്റ്റോപ്പ് ചെയ്യാനുള്ള അധികാരം. ഡ്രോവർ ഓഫ് എ ചെക്ക് അതായത് അക്കൗണ്ട് ഹോൾഡർക്കാണ് ചെക്ക് സ്റ്റോപ്പ് ചെയ്യാനുള്ള അധികാരം. ബാങ്കിന് ഒരു പ്രത്യേക റിക്വസ്റ്റ് നൽകുന്നത് വഴിയാണ് സ്റ്റോപ്പ് പേയ്മെന്റ് ബാങ്ക് ചെയ്യുക. സാധാരണ ഒരു ചെക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോഴോ കളവ് ചെയ്തു പോകുമ്പോഴൊക്കെയാണ് ഇങ്ങനെ ചെയ്യുക. അടുത്ത ചോദ്യം, ട്രാൻസ്ഫർ ഓഫ് സോഷ്യൽ ബെനിഫിറ്റ്സ് ഓർ സബ്സിഡീസ് ഡയറക്ട്ലി ഇൻ ദ ബാങ്ക് അക്കൗണ്ട് ഓഫ് ദ ബെനിഫിഷ്യറീസ് ഈസ് കോൾഡ്. സബ്സിഡീസ്, സോഷ്യൽ ബെനിഫിറ്റ്സ് തുടങ്ങിയ ഡയറക്റ്റ് ആയിട്ട് കസ്റ്റമേഴ്സിന്റെ ബെനിഫിഷ്യറിയുടെ അക്കൗണ്ടിൽ എടുത്തുന്ന രീതിയാണ് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്നാണ് ആ രീതിയെ പറയുക. DBT എന്നാണ് അതിന്റെ ചുരുക്കപ്പേര്. സബ്സിഡിയായി ലഭിക്കുന്ന തുകകൾ എങ്ങനെയാണ് DBT ആയിട്ടാണ് ചെയ്യുന്നത്. ഉദാഹരണമായി ഗ്യാസിന്റെ ഒക്കെ സബ്സിഡി DBT പ്രകാരമാണ് അക്കൗണ്ടിൽ വരുന്നത്. അടുത്ത ചോദ്യം, ദോസ് ഹു പ്രിഫർ ലിക്വിഡിറ്റി ആൻഡ് ഇൻട്രസ്റ്റ് ഇൻ ദെയർ ഡെപ്പോസിറ്റ് വിൽ പ്രിഫർ. ഇൻട്രസ്റ്റും ലിക്വിഡിറ്റിയും ലഭിക്കുന്ന ഒരു ഡെപ്പോസിറ്റ് ആണ് SB ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റിൽ
ലിക്വിഡിറ്റി, നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യുകയും എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കുകയും ചെയ്യാവുന്ന ഒരു ഡെപ്പോസിറ്റ് ആണ് SB ഡെപ്പോസിറ്റ്. കൂടാതെ ഇൻട്രസ്റ്റും ഇതിന് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ വാലിഡിറ്റി പീരീഡ് ഓഫ് എ ചെക്ക്? ചെക്കിന്റെ കാലാവധി എത്ര മാസം എന്നാണ്. ആൻസർ 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ. ചെക്ക് എഴുതിയ ഡേറ്റ് തുടങ്ങി 3 മാസമാണ് ചെക്കിന്റെ കാലാവധി. ചെക്ക്, ഡിമാൻഡ് ഡ്രാഫ്റ്റ്, ബാങ്കേഴ്സ് ചെക്ക് തുടങ്ങിയവയുടെയൊക്കെ കാലാവധി 1/4/2012 മുതലാണ് 3 മാസമാക്കിയത്. അതിനു മുമ്പ് 6 മാസമായിരുന്നു കാലാവധി ഉണ്ടായിരുന്നത്. അടുത്ത ചോദ്യം, ഹു ഈസ് ദ റെഗുലേറ്ററി അതോറിറ്റി ഓഫ് കോഓപ്പറേറ്റീവ് ബാങ്ക്സ്? കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ റെഗുലേറ്ററി അതോറിറ്റി രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. കോഓപ്പറേറ്റീവ് ബാങ്ക്സിന്റെ ഒക്കെ കോഓപ്പറേറ്റീവ് ബാങ്ക് അല്ലെ സൊസൈറ്റികളുടെ റെഗുലേറ്ററി അതോറിറ്റി രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. താലൂക്കിൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ ആണ് രജിസ്ട്രാർ ആയിട്ട് വരിക. ജില്ലയിലാണെങ്കിൽ ജോയിന്റ് രജിസ്ട്രാർ ആണ് രജിസ്ട്രാറുടെ പവർ ഉള്ളത്. അതുപോലെ സ്റ്റേറ്റിൽ, സംസ്ഥാനത്ത് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആണ് റെഗുലേറ്ററി അതോറിറ്റി. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ കോമൺ എക്സാമ്പിൾ ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് അല്ലാത്തത് എന്നാണ്. ആൻസർ ട്രാവലേഴ്സ് ചെക്ക് ആണ്. ട്രാവലേഴ്സ് ചെക്ക് എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ ട്രാവലേഴ്സിന് പണം കയ്യിൽ കൊണ്ടുപോകാതെ പണമിടപാടുകൾ നടത്താനുള്ള ഒരു മാർഗമാണ് ട്രാവലേഴ്സ് ചെക്ക്. അമേരിക്കൻ എക്സ്പ്രസ് എന്നത് ട്രാവലേഴ്സ് ചെക്ക് കൈകാര്യം ചെയ്യുന്ന ഫേമസ് കമ്പനിയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് എൻഡോഴ്സ്മെന്റ്? എൻഡോഴ്സ്മെന്റ് അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ഫ്രീ എൻഡോഴ്സ്മെന്റ് ആണ്. ഫ്രീ എൻഡോഴ്സ്മെന്റ് എന്നൊരു എൻഡോഴ്സ്മെന്റ് ഇല്ല. എൻഡോഴ്സ്മെന്റ് പല രീതിയിലാണ് ഉള്ളത്. എൻഡോഴ്സ്മെന്റ് എന്ന വാക്കിന്റെ അർത്ഥം അറ്റ് ദ ബാക്ക് എന്നാണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് സെക്ഷൻ 15 എൻഡോഴ്സ്മെന്റിനെ കുറിച്ച് വിവരിക്കുന്നത്. ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആർക്കാണോ കൊടുക്കുന്നത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത് അവരുടെ പേരെഴുതാതെ എൻഡോഴ്സർ മാത്രം സൈൻ ചെയ്യുന്ന രീതിയാണ് ബ്ലാങ്ക് എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ബ്ലാങ്ക് എൻഡോഴ്സ്മെന്റ്. ഇവിടെ എൻഡോഴ്സർ ഇൻസ്ട്രുമെന്റിന്റെ ബാക്കിൽ സിഗ്നേച്ചർ മാത്രം ഇടുന്നു, വേറൊരു കാര്യവും അവിടെ രേഖപ്പെടുത്തുന്നില്ല. അതുപോലെ സ്പെഷ്യൽ എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത്, സ്പെഷ്യൽ അല്ലെങ്കിൽ ഫുൾ എൻഡോഴ്സ്മെന്റ്, എൻഡോഴ്സിയുടെ പേര് ഉൾപ്പെടുത്തി, അതായത് ആർക്കാണോ ട്രാൻസ്ഫർ ചെയ്യുന്ന അവരുടെ പേര് എഴുതുന്നു എൻഡോഴ്സർ, എന്നിട്ട് സിഗ്നേച്ചർ ഇടുന്നു. ഇതാണ് സ്പെഷ്യൽ എൻഡോഴ്സ്മെന്റ് അല്ലെങ്കിൽ ഫുൾ എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ റെസ്ട്രിക്റ്റ് എൻഡോഴ്സ്മെന്റ് പ്രകാരം, ഉദാഹരണമായി ബാബു ആണ് എൻഡോഴ്സർ എങ്കിൽ അദ്ദേഹം രാമിന് എൻഡോഴ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ പേം രാം ഓൺലി എന്ന് എഴുതി സൈൻ ചെയ്ത് കഴിഞ്ഞാൽ രാമിന് പിന്നെ വേറൊരാൾക്കും എൻഡോഴ്സ് ചെയ്ത് നൽകാനാവില്ല. ഇറ്റ് പ്രൊഹിബിറ്റ്സ് ഫർദർ നെഗോഷിയേഷൻ. ഫർദർ നെഗോഷിയേഷൻ പ്രൊഹിബിറ്റ് ചെയ്യുന്ന രീതിയാണ് റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ പാർഷ്യൽ എൻഡോഴ്സ്മെന്റ് പ്രകാരം ഇൻസ്ട്രുമെന്റിൽ പറഞ്ഞിരിക്കുന്ന തുകയുടെ ഒരു പോർഷൻ മാത്രം എൻഡോഴ്സ് ചെയ്ത് കൊടുക്കുന്ന രീതിയാണ് പാർഷ്യൽ എൻഡോഴ്സ്മെന്റ്. അടുത്ത ചോദ്യം, when the customer opens an account with the bank and if the account has credit balance, then the banker customer relationship is. ബാങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിൽ ക്രെഡിറ്റ് ബാലൻസ് ആണ് ഉള്ളതെങ്കിൽ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ എന്നാണ്. ഇതിൽ ഡെപ്റ്റർ ബാങ്കും ക്രെഡിറ്റർ കസ്റ്റമറും ആയിരിക്കും. അതുപോലെ ക്രെഡിറ്റർ ഡെപ്റ്റർ റിലേഷൻഷിപ്പ് വരണമെങ്കിൽ ബാങ്കിൽ നിന്ന് ഒരു കസ്റ്റമർ ലോൺ എടുക്കുന്ന സമയത്താണ് ഉണ്ടാവുക. ലോൺ എടുക്കുന്ന സമയത്ത് കസ്റ്റമർ ഡെപ്റ്ററും ക്രെഡിറ്റർ ബാങ്കും ആയിരിക്കും. അതുപോലെ പ്രിൻസിപ്പൽ ഏജന്റ്, ബാങ്ക് ബിൽസ്, ചെക്സ് തുടങ്ങിയ കളക്ട് ചെയ്ത് പേയ്മെന്റ് ചെയ്ത് നൽകുമ്പോൾ പ്രിൻസിപ്പൽ ഏജന്റ് എന്ന രീതിയിലായിരിക്കും. ഏജന്റ് ബാങ്ക് ആയിരിക്കും, പ്രിൻസിപ്പൽ കസ്റ്റമർ ആയിരിക്കും. ഈ രീതിയിലായിരിക്കും റിലേഷൻഷിപ്പ് വരിക. അതുപോലെ ബാങ്കിൽ പണയം വെച്ച് പണം ഇടപാട് നടത്തുന്ന സമയത്താണ് പ്ലഡ്ജർ, പ്ലഡ്ജി എന്ന് വരിക. ഇതിൽ പ്ലഡ്ജി ബാങ്ക് ആയിരിക്കും, പ്ലഡ്ജർ ആയിരിക്കും കസ്റ്റമർ വരിക. അടുത്ത ചോദ്യം 156. എ പ്രോമിസറി നോട്ട് ഈസ് വാലിഡ് ഓൺലി ഫോർ എ പീരീഡ് ഓഫ് ഡേഷ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഡേറ്റ് ഓഫ് എക്സിക്യൂഷൻ. എ പ്രോമിസറി നോട്ട് ഈസ് വാലിഡ് ഓൺലി ഫോർ എ പീരീഡ് ഓഫ് ഡേഷ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഡേറ്റ് ഓഫ് എക്സിക്യൂഷൻ. പ്രോമിസറി നോട്ടിന്റെ കാലാവധി 3 വർഷമാണ്. പ്രോമിസറി നോട്ടിന്റെ കാലാവധി 3 വർഷമാണ്. 2 പാർട്ടീസാണ് പ്രോമിസറി നോട്ടിൽ ഉണ്ടാവുക, മേക്കർ ആൻഡ് പേയി. അടുത്ത ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ആർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ CRR വിത്ത് RBI? RBIയിൽ CRR മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഏത് തരത്തിലുള്ള ബാങ്ക് എന്നാണ് ചോദ്യം. ഷെഡ്യൂൾഡ് കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ആണ് CRR മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഷെഡ്യൂൾഡ് കോഓപ്പറേറ്റീവ് ബാങ്ക്സ്.
അടുത്ത ചോദ്യം 158. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് സെറ്റപ്പ് ഇൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിച്ചത് നമുക്കറിയാം ഏപ്രിൽ 1, 1935 RBI ആക്ട് 1934 പ്രകാരം ഏപ്രിൽ 1, 1935 RBI രൂപീകരിച്ചത്. അടുത്ത ചോദ്യം 159. Who was the chairman of the task force appointed by the government of India to analyze the problem of the short-term cooperative credit structure and suggest action plan for revival? കോപ്പറേറ്റീവ് ഹ്രസ്വകാല വായ്പാ ഘടനയുടെ പ്രശ്നങ്ങൾ വിശകലനം നടത്തി പുനർജീവിക്കാനുള്ള ഒരു പദ്ധതി നിർദ്ദേശിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് നിയോഗിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു എന്നാണ് ചോദ്യം. ആൻസർ വൈദ്യനാഥനാണ്. വൈദ്യനാഥൻ കമ്മിറ്റിയാണ്. 2005 ഈ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത്.